നമസ്കാരം, ഞാൻ രേവതി ഉദയൻ. കഴിഞ്ഞ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിലുണ്ടായ അതേ പരാജയം ബീഹാർ തിരഞ്ഞെടുപ്പിലും അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന കടുത്ത ഭയം കഴിഞ്ഞ കുറച്ചു ദിവസമായി രാഹുൽ ഗാന്ധി പ്രകടിപ്പിക്കുന്നുണ്ട്. വോട്ട് തിരിമറിയും കള്ളത്തരവും കാണിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെയാണ് BJP സർക്കാർ അധികാരം പിടിച്ചെടുത്തത് എന്നും കോൺഗ്രസിനെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇതിനു പിന്നിൽ നടക്കുന്നത് എന്നുമാണ് രാഹുൽ ഗാന്ധി ശക്തമായി ആരോപിക്കുന്നത്. BJP സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപേ തന്നെ കോൺഗ്രസിന്റെ പ്രചാരം ഇന്ത്യയിൽ പതിയെ കുറഞ്ഞു വന്നിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതിനു ശേഷം കോൺഗ്രസിന്റെ ഏറ്റവും ഗതികെട്ട കാലമായിരുന്നു എന്ന് വേണം പറയാൻ. ഇന്ത്യ ഒരു കാലത്ത് അടക്കി ഭരിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കുറച്ചു കാലം കൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ട തരത്തിലേക്ക് മാറി. അതിന് പ്രധാന കാരണം രാഹുൽ ഗാന്ധിയുടെ കഴിവുകേടാണ് എന്ന് ആക്ഷേപമുയരുമ്പോഴും തിരഞ്ഞെടുപ്പിൽ നടത്തിയ അട്ടിമറി ഇതിനു പിന്നിലുണ്ട് എന്നുള്ള ശക്തമായ വാദങ്ങളുമായി കോൺഗ്രസും രംഗത്തുണ്ട്. ബീഹാർ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ 2024 മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താൻ ഉന്നയിച്ച ആരോപണങ്ങൾ നിലനിൽക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് വീണ്ടും ചോദ്യവുമായി രാഹുൽ ഗാന്ധി രംഗത്തു വന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്നും പേരോ ഒപ്പോ ഇല്ലാത്ത കുറിപ്പ് പുറത്തുവിടുന്നത് ഗൗരവമേറിയ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനുള്ള മാർഗമല്ല എന്നും രാഹുൽ എക്സിൽ കുറിച്ചു. നിങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ എൻ്റെ ലേഖനത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി അത് തെളിയിക്കുക. മഹാരാഷ്ട്രയിലെ അടക്കം ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടർ പട്ടിക ലഭ്യമാക്കണം. പോളിംഗ് ബൂത്തുകളിലെ വൈകിട്ടത്തെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണം തുടങ്ങിയ ആവശ്യങ്ങളാണ് രാഹുൽ ഉന്നയിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് സമിതിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനു പകരം ഒരു ക്യാബിനറ്റ് മന്ത്രിയെ ഉൾപ്പെടുത്താനുള്ള തീരുമാനം കളങ്കിതമാണെന്നും മാധ്യമങ്ങളിൽ എഴുതിയ ലേഖനത്തിൽ രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. പ്രതിപക്ഷത്തിന്റെ എല്ലാ ചോദ്യങ്ങളോടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം പാലിക്കുകയോ ചിലപ്പോൾ അക്രമാസക്തമായി പ്രതികരിക്കുകയോ ചെയ്തെന്നും രാഹുൽ പറഞ്ഞിരുന്നു. മഹാരാഷ്ട്രയിൽ സംഭവിച്ചതിന് ബീഹാറിലും അതുപോലെ BJP പരാജയപ്പെടാൻ സാധ്യതയുള്ള മറ്റിടങ്ങളിലും ഇനിയും ആവർത്തിക്കുമെന്ന് രാഹുൽ ഗാന്ധി ശനിയാഴ്ച എക്സിൽ കുറിച്ചു. ഇത്തരം മാച്ച് ഫിക്സഡ് തിരഞ്ഞെടുപ്പുകൾ ഏതൊരു ജനാധിപത്യത്തിനും അപകടകരമാണ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഹുലിന്റെ ആരോപണങ്ങളെ തള്ളിയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർമാരിൽ നിന്ന് അനുകൂലമല്ലാത്ത വിധി ഉണ്ടായാൽ പക്ഷാപാതപരമാണ് എന്ന് പറഞ്ഞ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് തികച്ചും അസംബന്ധമാണ് എന്നാണ് പ്രതികരിച്ചത്. മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയ്ക്കെതിരെ ഇത്തരം അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നിയമവാഴ്ചയ്ക്കെതിരായ വെല്ലുവിളിയാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വസ്തുതകളെല്ലാം 2024 ഡിസംബർ 24 തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നൽകിയ മറുപടിയിൽ പുറത്തുവിട്ടിരുന്നു. ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഇപ്പോഴും ലഭ്യമാണ്. ഈ വസ്തുതകളെല്ലാം പൂർണ്ണമായും അവഗണിച്ചാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നും കമ്മീഷൻ വ്യക്തമാക്കി. ആരെങ്കിലും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിയമത്തോടുള്ള അനാദരവ് മാത്രമല്ല എന്നും അതത് രാഷ്ട്രീയ പാർട്ടികൾ നിയോഗിച്ച ആയിരക്കണക്കിന് പ്രതിനിധികൾക്ക് കളങ്കം വരുത്തി വെക്കുന്നതാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടിച്ചേർത്തു. തിരഞ്ഞെടുപ്പ് സമയത്ത് സുതാര്യമായി പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിരുത്സാഹപ്പെടുത്തുന്നത് കൂടിയാണിത് എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചു. വോട്ടർമാരിൽ നിന്ന് അനുകൂലമല്ലാത്ത വിധി ഉണ്ടായാൽ പക്ഷാപാതപരമാണ് എന്ന് പറഞ്ഞ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് തികച്ചും അസംബന്ധമാണ് എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടിച്ചേർത്തു. ഇഷ്ടപ്പെട്ട അമ്പയർമാർ, വോട്ടർ പട്ടിക പെരുപ്പിക്കൽ, കള്ളവോട്ട് ഇതൊക്കെയാണ് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ നടന്നത് എന്ന് ആരോപിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കുറച്ചു ദിവസം മുന്നേ രംഗത്ത് വന്നതിനു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ പുതിയ പോസ്റ്റ്. മഹാരാഷ്ട്രയിൽ ഏകദേശം 1 ലക്ഷം പോളിംഗ് ബൂത്തുകൾ ഉണ്ട് എന്നും എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP മോശം പ്രകടനം കാഴ്ചവെച്ച 85 മണ്ഡലങ്ങളിലെ ഏകദേശം 12,000 ബൂത്തുകളിൽ മാത്രമാണ് അധികമായി ചേർന്ന വോട്ടർമാരിൽ ഭൂരിഭാഗവും വോട്ട് ചെയ്തതെന്നും അന്ന് രാഹുൽ ആരോപിച്ചിരുന്നു. അതായത് വൈകുന്നേരം 5 മണിക്ക് ശേഷം ഓരോ ബൂത്തിലും ശരാശരി 600-ലധികം വോട്ടർമാരെത്തിയെന്നും ഓരോ വോട്ടർമാർക്കും വോട്ട് ചെയ്യാൻ 1 മിനിറ്റ് കണക്കാക്കിയാൽ പോലും വോട്ടെടുപ്പ് 10 മണിക്കൂർ നീട്ടേണ്ടി വരും. ഇത് സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ഈ അധിക വോട്ടുകൾ എങ്ങനെയാണ് രേഖപ്പെടുത്തിയതെന്ന ചോദ്യം ഉയരുന്നു എന്നും ഈ 85 സീറ്റുകളിൽ ഭൂരിഭാഗവും NDA നേടിയതിൽ അതുകൊണ്ട് തന്നെ ആശ്ചര്യപ്പെടാനില്ല എന്നുമുള്ള ശക്തമായ ആരോപണമാണ് രാഹുൽ BJP സർക്കാരിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ചത്.